ഇനിയിപ്പോ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ വന്നു, മമ്മൂക്ക എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം. മലയാളം ഫിലിം ഇൻഡസ്ട്രിനെ പിടിച്ചു കുലുക്കിയ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം ഒരു പ്രസ് മീറ്റിലൂടെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോ ചോദ്യം ഇത് തന്നെയായിരുന്നു, ലാലേട്ടൻ എവിടെ, മമ്മൂക്ക എവിടെ തന്നെയായിരുന്നു എല്ലാവരുടെയും ചോദ്യം. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഒരു വാക്ക് പോലും ഇവർക്ക് പറയാൻ പറ്റുന്നില്ല. ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പ്രസ്സിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പോലും ഇടാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ലേ എന്ന് തന്നെയായിരുന്നു മാധ്യമങ്ങളും ജനങ്ങളും എടുക്കും സോഷ്യൽ മീഡിയയിലും എല്ലാവരും ചോദ്യം. സോ ആ ചോദ്യത്തിന് ഒരു അവസാനം നമ്മുടെ ലാലേട്ടൻ തന്നെ ഒരു പരിപാടിക്ക് ഇടയിൽ എറണാകുളത്ത് വന്ന സമയത്ത് KCL കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടനത്തിനായിട്ട് വന്ന സമയത്ത് മാധ്യമങ്ങളെ കണ്ട് അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. സോ അപ്പൊ ഇത് തന്നെയാണ് ഇപ്പം മുഴുവൻ വാർത്ത. മോഹൻലാൽ നിറഞ്ഞു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൊക്കെ. അപ്പൊ ലാലേട്ടൻ എന്താണ് പറഞ്ഞത് അതിനെ കുറിച്ചിട്ടും ലാലേട്ടൻ വന്നു ഒന്നും മിണ്ടിയില്ല. ഇതിനേക്കാളും നല്ലത് ബ്ലോഗ് എഴുതുകയായിരുന്നു, അല്ലെങ്കിൽ ലാലേട്ടൻ സപ്പോർട്ട് ചെയ്തിട്ടും അല്ലാണ്ട് ഒരുപാട് ചർച്ചകളും സോഷ്യൽ മീഡിയ കമന്റുകൾ ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികം, അത് എന്തായാലും വരും. ലാലേട്ടൻ, മോഹൻലാൽ ആണല്ലോ വിഷയം. സോ സ്വാഭാവികമായിട്ട് വരും. സോ ലാലേട്ടൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. പെട്ടെന്ന് തീർക്കും വീഡിയോ, കൂടുതൽ ഉണ്ടാവില്ല. സോ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച്. അടുത്തത് ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു. മോഹൻലാൽ എവിടെയായിരുന്നു, ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടി പോയിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ 47 വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മുഖങ്ങളെ എനിക്കറിയാം. അവരുമായിട്ടൊക്കെ നല്ല സൗഹാർദ്ദത്തിൽ തന്നെയാണ് ഇത്രയും കാലം ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒളിച്ചോടി പോയിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ, ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലില്ലായിരുന്നു. ഞാൻ ഗുജറാത്തിലായിരുന്നു, പിന്നെ ബോംബെയിലായിരുന്നു, മദ്രാസിലായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു. അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു മാറിയില്ല. പക്ഷേ നമുക്കൊരു ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി അങ്ങനെയുള്ള ഒരു സ്ഥാനത്തും തുടരാൻ ആർക്കും അധികാരമില്ല. എല്ലാവരോടും ചോദിച്ചു, അവരുടെ അനുവാദം വാങ്ങിച്ചിട്ടാണ് ചെയ്തത്. അതൊരു ഗൂഗിൾ മീറ്റിലൂടെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഇതൊരു ഇൻഡസ്ട്രി തകർന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇത്രയും 10,000-കണക്കിന് ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം എല്ലായിടത്തും ഇതിനെ പുറകെ ഒരു സർക്കാരുണ്ട്, അവരെ നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട്, ആ സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, പോലീസുണ്ട്. ഇതിൽ ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസുണ്ട്, അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോടതി വരെ എത്തി നിൽക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ അതിൽ ആധികാരികമായിട്ട് ഒരു അഭിപ്രായം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് അല്ല എന്ന് പറയാൻ ഉള്ളൊരു അവസരം എനിക്കില്ല, ഞാൻ പറയില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള, ദയവ് ചെയ്ത് നിങ്ങൾ ആലോചിക്കും, എത്രയോ 10,000-കണക്കിന് ജോലിക്കാരുള്ള ഒരു വലിയ സംഘടനയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രി. അത് മുന്നോട്ട് ചലിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് വളരെ നിശ്ചലമായി പോകും. അമ്മ അസോസിയേഷന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, അല്ലെങ്കിൽ വിയോജിപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ, ഞാൻ അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞങ്ങളെടുത്ത തീരുമാനങ്ങൾ നമുക്കിതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരുപാട് പേര് പറയുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്തത് ശരിയായില്ല. അവർ വരട്ടെ മുന്നോട്ട്, ഒരു ഇലക്ഷൻ വെക്കാം, ഒരു ജനറൽ ബോഡി വിളിക്കാം, അതിൽ ആർക്ക് വേണമെങ്കിൽ ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കാം. ഇനി മത്സരിക്കാതെ ഒരു തീരുമാനമെടുക്കാം, അവർക്ക് അമ്മ എന്ന് പറയുന്ന സംഘടനയെ ഞങ്ങളെക്കാട്ടിലും മുന്നോട്ട് നയിക്കാം. ഇതൊരു തോൽവിയോ അല്ലെങ്കിൽ ഒളിച്ചോട്ടമോ എന്നല്ല, ദയവീതം മനസ്സിലാക്കുക. ഇവിടെ വീണ്ടും നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ആ ആരോപണങ്ങൾ മുഴുവൻ ഞങ്ങളിലേക്കാണ് വരുന്നത്, അൺനെസസറി ആയിട്ട്. അപ്പോൾ അത് നിർത്തിക്കൊണ്ട് നമുക്ക് ഈ മലയാള സിനിമയെ തീർച്ചയായിട്ടും രക്ഷിക്കണം. മറ്റ് ഭാഷകളിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാർ എടുത്ത നല്ല തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ അത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പലർക്കും അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്, വളരെ കഷ്ടപ്പെട്ട് പടുത്തുയർത്ത ഇൻഡസ്ട്രിയാണ്. അങ്ങനെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോലീസിനോ അല്ലെങ്കിൽ അതിനെ അമ്മയെ അറിയിച്ചു എന്ന് പറയുന്നതുകൊണ്ട് മാത്രമല്ലല്ലോ, അമ്മയ്ക്ക് അതിലെ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ എടുക്കാം. ചില കുറ്റങ്ങൾ ഉണ്ടായേക്കാം, അതൊരു അസോസിയേഷനായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറയട്ടെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരാളെ നമുക്ക് വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മോശമായി കാണിക്കാനോ അല്ലെങ്കിൽ പൊക്കി പറയാനോ ഒന്നുമല്ല. ലാലേട്ടൻ ഇതുവരെ ഉണ്ടായിരുന്ന വിഷയം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, അതിൽ പല ആളുകളും പ്രതികരണം ഉണ്ടായി, കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഒരു 10 ദിവസത്തോളായി, 17-നോ മറ്റോ 17-19 ആ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇന്ന് 1 ആയി, 2 ആയി. അപ്പൊ ഇത്രയും കാലം ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, ലാലേട്ടനും മമ്മൂക്ക എവിടെ, ഇവരെന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഒരു ഉത്തരം പറയാത്തത് എന്നുള്ളത്. സോ സ്വാഭാവികമായും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ലാലേട്ടൻ എന്തായാലും വരും, വരാതിരിക്കില്ല എന്നുള്ളത്. ലാലേട്ടൻ മമ്മൂക്കയും വരും എന്നുള്ളത് ഉറപ്പുണ്ടായിരുന്നു. സോ അത് ഇന്നലെ സംഭവിച്ചു. അപ്പൊ ലാലേട്ടൻ അതിന്റെ ഫസ്റ്റ് പറഞ്ഞത് വ്യക്തിപരമായ കാരണങ്ങൾ മൂപ്പരത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസ് ആയിരിക്കും വരാം. അപ്പൊ മൂപ്പര് പറഞ്ഞത് പറഞ്ഞാൽ മൂപ്പര് അവരെ
പ്രീ പ്രൊഡക്ഷൻ പിന്നെ പ്രൊഡക്ഷനെ സംബന്ധിച്ച് സിനിമയെ ബന്ധിപ്പിച്ച് ഒരുപാട് കരാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെതായ തിരക്കിലായിരുന്നു. കേരളത്തിലുണ്ടായിരുന്നില്ല, ഗുജറാത്തിലായിരുന്നു, അവിടെ ആയിരുന്നു. സോ ഒബ്വിയസ്ലി അത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സർജറി ആവശ്യമായിട്ട് ഒരു ഹോസ്പിറ്റലായിരുന്നു, അതിന്റെ സർജറിയുമായി ബന്ധപ്പെട്ട് കൂടെ ആയിരുന്നു എന്നുള്ളൊരു സംഭവം കൂടി നമ്മൾ കേട്ടു. എനിവേ അതിന്റെ പേഴ്സണൽ കാര്യങ്ങളും നമ്മൾ പോകുന്നില്ല. ഓക്കെ, അത് അദ്ദേഹത്തിന് അധികം ടൈം എടുത്തു, അതൊക്കെ ഒതുക്കി വെച്ചു, തിരിച്ചു വന്നു, സംസാരിച്ചു എന്നുള്ളത് നമ്മൾ കാണേണ്ട സംഭവം തന്നെയാണ്. സോ മൂപ്പര് ലാലേട്ടൻ ഇതില് വളരെ എന്താണ് കുറച്ചും കൂടി മനസ്സിൽ കുറച്ച് വിഷമം തട്ടിയിട്ട് തന്നെയാണ് ഇത് ആൾക്കാരെ മുമ്പിലേക്ക് വന്ന് ഇത് പറയുന്നത്. അദ്ദേഹത്തിന് അത് മുഖത്തുണ്ട്, അദ്ദേഹം പറയുന്ന വാക്കുകളിൽ അത് വളരെ വ്യക്തമാണ്. ബിക്കോസ് ഭയങ്കരമായ ഹേർട്ട് ആയ ഒരു മനുഷ്യൻ മുമ്പിൽ നിന്ന് വർത്തമാനം പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്, ഫീൽ ആയിട്ട്. ബിക്കോസ് മൂപ്പര് പറയുന്നുണ്ട് കഴിഞ്ഞ 47 വർഷമായിട്ട് യെസ് നമ്മൾ ലാലേട്ടനെ കാണുന്നതാണ്. മലയാള സിനിമയെ ഉയർത്തിക്കൊണ്ടുവരാൻ മൂപ്പര് കൂടെ ഉണ്ടായിരുന്നു. പല മഹാരഥന്മാർക്ക് കൂടെ ലാലേട്ടൻ ഉണ്ടായിരുന്നു. സോ ഇപ്പൊ 2024 എത്തി നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം പിന്നോട്ട് നോക്കി കഴിഞ്ഞാൽ എത്രമാത്രം കോൺട്രിബ്യൂഷൻ കാര്യങ്ങൾ. ഓക്കെ, അത് ഒരു സൈഡിൽ നിൽക്കട്ടെ. അപ്പൊ അത്തരത്തിലുള്ളൊരു മനുഷ്യന്, അത്തരത്തിലൊരു നടന്, ഒരു മനുഷ്യന്, ഒരു കലാകാരന് ഇപ്പത്തെ ഈ സിറ്റുവേഷനിൽ ഇത്രയും ക്രൂശിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് ഇത്രയും മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി അദ്ദേഹം ഡെസ്പാവും, ഫീലാവും. ആ ഫീല് തന്നെയാണ്, ആ ഒരു വിഷമം തന്നെയാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുക. അദ്ദേഹത്തിന്റെ ഒരു ഗതികേട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെ? ഇത്രയും എനിക്ക് തോന്നുന്നു വേറൊരു നടനും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അയാൾ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഒന്നും. അത് തെറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അല്ല ഉത്തരവാദിത്തം അത് പ്രകടിപ്പിക്കാനായിട്ട് പ്രസ് കോൺഫറൻസ് വിളിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ച് തന്റെ നിലപാടുകൾ വ്യക്തമാക്കേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ടല്ലോ, അതും ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അപ്പൊ മൂപ്പര് പറയുന്നത് ഒരു സിനിമ പ്രേമി എന്ന നിലയിൽ, സ്വന്തം ജീവിതം സിനിമക്കായി അർപ്പിച്ച ഒരാൾ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞ ഈ ഇൻഡസ്ട്രിയെ തകർക്കരുത്. ബിക്കോസ് എന്താണ്, ഇതിപ്പോ ഇന്റർനാഷണൽ ന്യൂസായി, നാഷണൽ ന്യൂസായി, ആൾക്കാര് എല്ലാ ഫോക്കസും അമ്മയിലേക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇതില് പ്രതികളെ സംരക്ഷിക്കരുത് എന്നും അദ്ദേഹം തുറന്നു പറയുന്നത് കാര്യങ്ങളൊക്കെ അയാൾ വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇതൊരു കോടതിയിൽ നിൽക്കുന്ന വിഷയമാണ്. ഇതില് എന്താണ്, ഇതിനകത്ത് അടുത്ത നിലപാടുകൾ എടുക്കേണ്ട ഒരു പോലീസ് സിസ്റ്റം ഉണ്ട്, ഒരു ജുഡീഷ്യറി സിസ്റ്റം ഉണ്ട്, ഒരു ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ അവരൊക്കെ കൂടെ തീരുമാനിച്ചിട്ട്, മീഡിയ ഉണ്ട്, അവരൊക്കെ തീരുമാനിച്ചിട്ട് ഇതിന്റെ യമമാർ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. പുറത്തു വന്നതിന് ശേഷമേ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റൂ എന്നുള്ളത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പൊ അമ്മ എന്നൊരു സംഘടനയിൽ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാർ, അപ്പൊ 21ഓളം സംഘടനകൾ, യൂണിയൻസ് ഉള്ള ഒരു വലിയൊരു സംഭവമാണ് ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു യൂണിയനിലോ അല്ലെങ്കിൽ ഒരു സംഘടനയിലോ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും മോഹൻലാൽ എന്ന വ്യക്തിയോ അല്ല അമ്മയിൽ ഇരിക്കുന്ന വ്യക്തികളോ അറിയണമെന്ന് ഇല്ല. അപ്പൊ പെട്ടെന്ന് കുറെ ആരോപണങ്ങൾ വരുന്നു, പല ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ വരുന്നു. അപ്പൊ ഇതിനൊക്കെ ഉത്തരം പറയാന്ന് വെച്ചാൽ ലാലേട്ടനോട് ചോദിക്കും, മോഹൻലാലിനോട് ചോദിക്കും, അദ്ദേഹത്തിന് അത് പറയണമെന്നാവുന്നില്ല. ഇപ്പൊ നമ്മളായാലും നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാത്തിനും ഒരു ഉത്തരം നമുക്ക് ഉണ്ടോ? ഇല്ല. ആരോപണങ്ങളായിട്ട് ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അത് തെളിയിക്കേണ്ടത് ഇവിടുത്തെ ജുഡീഷ്യറിന്റെ കടമയാണ്, ഗവൺമെന്റിന്റെ കടമയാണ്, പോലീസിന്റെ കടമയാണ്. അത് അവർ ചെയ്തിട്ട് അതിലൊരു വ്യക്തമായ ഒരു പിക്ചർ, ക്ലാരിറ്റി ഒരു സംഭവം വരുമ്പോഴും മാത്രമേ അവർക്ക് അത് പ്രതികരിക്കാൻ പറ്റൂ. അല്ലാതെ ഇതിൽ കൂടുതൽ പറയാൻ ലാലേട്ടനാവില്ല. അത് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞത്. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ തയ്യാറായിട്ടാണ് വന്നത്, പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്ക് എന്റെ കയ്യിൽ ഉത്തരമില്ല എന്ന് മൂപ്പര് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതിലൊപ്പരം തന്നെ അവർ ലാലേട്ടൻ വ്യക്തമാക്കുന്നുണ്ട്, അല്ല നമ്മൾ ഒരിക്കലും പ്രതികളുടെ കൂടെയോ അല്ലെങ്കിൽ കുറ്റവാളികളുടെ കൂടെയോ അല്ല. കുറ്റവാളികൾ എന്ന് പറയുന്ന ആരോപിതര് എന്തായാലും അതിന് അന്വേഷണം നേരിടുന്നുണ്ട്. അത് തെളിവ് തന്നെ വേണം. ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ അതിന് ശിക്ഷ വാങ്ങി കൊടുക്കുക വേണം തന്നെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതിന്റെ സർക്കാരോടും ജുഡീഷ്യൽ സിസ്റ്റോടും അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യാണ്, ഇത് ചെയ്യണം എന്തായാലും. ഇത് മലയാള ഇൻഡസ്ട്രിക്കും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എല്ലാം കൊണ്ടും മലയാള സിനിമയിലുള്ള എല്ലാവരും ഇത്തരത്തിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അമ്മ എന്ന സംഘടന ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് ഫോക്കസ് അവരിലേക്ക് മാത്രമായിട്ട് വരുന്ന സമയത്ത് ക്രൂശിക്കപ്പെടാൻ വളരെ എളുപ്പമാണ്, ഈ ഇൻഡസ്ട്രിയെ തകർക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഇതിന് പുറകെയുള്ള അവരുടെ പ്രവർത്തനങ്ങളും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഈ ഇൻഡസ്ട്രി ഇത്ര വരെ എത്തിക്കാൻ ഉള്ള പ്രയത്നങ്ങളും കാര്യങ്ങളും നമ്മൾ കാണാതെ പോകരുത്. അതിൽ കൂടാതെ മുമ്പ് പറഞ്ഞത് കാര്യം എന്ന് പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റിനെ ഒരു സിനിമയിലേക്ക് എടുക്കുന്ന സമയത്ത് ഇവർ ഏജൻസിനെയാണ് ബന്ധപ്പെടുക. സോ ഏജൻസിനെ ബന്ധപ്പെടുന്ന സമയത്ത് ഈ ഏജൻസിയാണ് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കാര്യങ്ങളും പേയ്മെന്റ് എല്ലാം നോക്കുന്നത്. അപ്പൊ ഇവർ ഏജൻസിയുമായിട്ട് ബന്ധമുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റിന് ഇവിടെ ഒരു സംഘടനകളില്ല? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ സംഘടനകളിൽ ജൂനിയർ ആർട്ടിസ്റ്റിന് പരാതി കൊടുത്ത് ആ പരാതി വേറെ നിലയിലേക്ക് എത്തിച്ച് അതിനൊരു പരിഹാരം കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക്
അത് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകൾ നിർമ്മിക്കാനും അതിനുള്ള നിയമവ്യവസ്ഥ ഉണ്ടാക്കാനും സംഘടനകളും അല്ലെങ്കിൽ സിനിമയിലുള്ളവരും പിന്നെ ഈ സിനിമയെ നിയന്ത്രിക്കുന്ന സർക്കാരുകളായാലും സഹകരണ വകുപ്പായാലും എല്ലാവരും ഇതിൽ മുമ്പോട്ട് വന്ന് അവർക്ക് ഒരു സംഘടന ഉണ്ടാക്കുക, അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മുമ്പോട്ട് ചെന്ന് പറയാനുള്ള ഒരു വേദി ഉണ്ടാക്കുക. അപ്പോൾ അമ്മക്ക് എല്ലാ കാര്യങ്ങളും അമ്മ എന്നൊരു സംഘടനയൊക്കെ നിയന്ത്രിക്കാനോ കൺട്രോൾ ചെയ്യാനോ പരിഹരിക്കാനോ ആവുന്ന ഒരു സംഭവം അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാര്യമായിരിക്കില്ല. പിന്നെ ഒബ്വിയസ്ലി ഇത് മാധ്യമപ്രവർത്തകർ എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, അത് അവരുടെ കടമയാണ്, അവരുടെ ജോലിയാണെന്നൊക്കെ നമ്മൾ പറയും. അത് തന്നെയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ 10 മിനിറ്റ് ലാലേട്ടൻ സംസാരിച്ച് കഴിഞ്ഞ് എല്ലാം വ്യക്തമായിട്ട് എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് സംഭവിച്ചതിന് ശേഷം ആൾക്കാർ ചോദ്യങ്ങൾ നിർത്തുന്നില്ല കേട്ടോ. ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് വ്യക്തമാക്കിയ കാര്യങ്ങളിൽ വീണ്ടും ചോദ്യം ചോദിച്ച് പിന്നെന്താണ് അവിടെ എന്താണ് ഉത്തരവുള്ളത്? ലാലേട്ടൻ അത് വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. വ്യക്തമാക്കിയ ഒരു കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും അതേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് വേറെ എന്തൊരു ആൻസറാ കൊടുക്കാൻ പറ്റുക? അതേ ആൻസറാണ് ലാലേട്ടൻ കൊടുത്തത്. സോ ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ലാലേട്ടനെതിരെയും മമ്മൂക്കേനെതിരെയൊക്കെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആൾക്കാർ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഏത് എന്താ അറ്റം വരെയാണ് ഈ കമന്റ് സെക്ഷനിലൂടെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ. ഇതൊരു പുതുമയിലെ കാര്യമല്ല, ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇതിപ്പോ കൊല്ലങ്ങൾ എത്ര പോയാലും വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഈ ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ അത് ജനങ്ങൾ അങ്ങനെ മനുഷ്യരങ്ങനെ തന്നെയാണ്. ഈ മനുഷ്യന്റെ മനസ്സൊക്കെ ഈ ഒരു രീതിയിൽ മാറ്റം നമുക്കുണ്ടാവില്ല. അതിനൊക്കെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ വേറെ വഴിക്ക് പോവാന്നുള്ളൊരു കാര്യമില്ല. മനസ്സിലാക്കേണ്ടവര് മനസ്സിലാക്കും. പിന്നെ ആരോപണങ്ങൾ നമ്മൾ ഒരിക്കലും തള്ളിക്കളയുന്നൊന്നുമില്ല. വളരെ സീരിയസ് ആയ കാര്യങ്ങൾ തന്നെയാണ് ഈ ഹേമ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളതും നടന്നുകൊണ്ടിരിക്കുന്നതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആരോപണങ്ങൾ എപ്പോഴും ആരോപണങ്ങൾ തന്നെയായിരിക്കും. അത് തെളിയിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ജുഡീഷ്യറി സിസ്റ്റം ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, ഇവിടുത്തെ പോലീസ് ഉണ്ട്. തെളിയിക്കണം. റിപ്പോർട്ടിൽ എന്താണോ ഉള്ളത് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ, തെളിയിക്കട്ടെ. കുറ്റവാളികൾ ആരാണോ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനേതായ ശിക്ഷ കൊടുക്കണം. അഥവാ അവർ ചെയ്തിട്ടില്ല, ഈ ആരോപണങ്ങളൊക്കെ വേറെ രീതിയിൽ വ്യക്തിഹത്യ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ആരോപണം ചെയ്തവർക്കെതിരെയും ശിക്ഷാ നടപടികൾ വേണം. മാതൃകാപരമായ, നമ്മൾ പൃഥ്വിരാജ് പറഞ്ഞ പോലെ സെയിം സാധനം, മാതൃകാപരമായ കാര്യങ്ങൾ തന്നെയാണ് വേണ്ടത്. ഇനിയിപ്പോ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ വന്നു, മമ്മൂക്ക എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം. ഒന്നാമത് ലാലേട്ടൻ ഇപ്പൊ വന്നു ഈ വ്യക്തിപരമായ കാരണം കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് എന്നൊരു സംഭവം നമ്മൾ കേൾക്കുമ്പോൾ ഓക്കെ, ആർക്കും വരാം, സംഭവിക്കുന്നതാണ്. പക്ഷെ മമ്മൂക്ക ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ വന്നതുപോലെ സോഷ്യൽ മീഡിയ ത്രൂ, ലൈവ് ത്രൂ അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസ് വിളിച്ചോൽ മമ്മൂക്ക ഈ ഒരു ഹേമ കമ്മീഷനിൽ ഇങ്ങനെ ഒരു സംഭവത്തിനുള്ള അഭിപ്രായം പറയേണ്ടതാണ്. അതൊരു മനുഷ്യനെന്ന നിലയിൽ, നടനെന്ന നിലയിൽ, കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം എന്തായാലും മുഖം കാണിച്ച് പുറത്തേക്ക് വരിക തന്നെ വേണം. എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇതിലെല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമ്മൾക്ക് ഇതൊന്നും പ്രശ്നമൊന്നുമില്ല, നമ്മൾക്ക് അടുത്ത സിനിമയിൽ ശരിയാക്കാം, അതൊക്കെ ശരിയാവും എന്ന് പറഞ്ഞ രീതി ഒട്ടും ശരിയല്ല. പക്ഷെ വരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ലാലേട്ടൻ വന്നതുപോലെ മമ്മൂക്കയും വരും. നമുക്കത് വരുമ്പോൾ മമ്മൂക്കക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് മീ ആൻഡ് കീപ് സപ്പോർട്ട് ബൾഡൻ ബിയൻ റിയാക്ട്സ്. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? ഞങ്ങളെ അറിയില്ലേ? ഞങ്ങളെ കാണുമ്പോൾ ശരിക്കും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ? ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത്?